സിനിമാ മേഖലയിൽപ്പെട്ട ഒരു വനിതയാണ് ഈ കേസിലെ പരാതിക്കാരി. അവർ നേരിട്ടത് അതിക്രൂരമായ പീഡനമാണ്. ആ അതിജീവിതയ്ക്കും അവരുടെ പക്ഷത്തിനും നീതി കിട്ടി എന്ന് തോന്നുന്നില്ല. അപ്പോൾ സിനിമാ സംഘടനകളും സ്വാഭാവികമായും ആ ഒരു അഭിപ്രായത്തെ പിന്തുണയ്ക്കേണ്ടതല്ലേ? അല്ല, നീതി കിട്ടിയില്ല എന്ന് തോന്നുന്നത് നിങ്ങൾക്കാണ്. ആദ്യമേ നിങ്ങൾ കെട്ടിപ്പൊക്കിയ 8.5 വർഷക്കാലം നിങ്ങൾ കെട്ടിപ്പൊക്കിയ മാധ്യമ വിചാരണ, അതിന് മുഖത്തേറ്റ ഏറ്റവും വലിയ അടിയാണ് ഇന്നത്തെ വിധി. ഇവിടെ ധന്യ പറഞ്ഞൊരു പോയിന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു വിധി വരുമ്പോൾ ആ ജഡ്ജ്മെന്റ് വെച്ച് ചർച്ച ചെയ്യാൻ അഭിലാഷിനെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഇവിടെ ഒരു വിധി വന്നതിന് ശേഷം പിന്നെ അതങ്ങ് വിടാൻ പാടില്ല. പൊതുസമൂഹം അറിയണം എന്തുകൊണ്ട് ദിലീപ് നിരപരാധിയായി. 1 മുതൽ 6 വരെ പ്രതികളെ ശിക്ഷിച്ചിരിക്കുന്നു, അതിനും ഞങ്ങൾ കൈയടിക്കുന്നു. എന്നാൽ 7 മുതൽ 10 വരെയുള്ള പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നു, അത് മോശമായി പോയി. ഈ ചിന്താഗതി എന്ത് ചിന്താഗതിയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. 2227 ദിവസം അതിൽ പീഡിപ്പിക്കപ്പെടുകയാണ് ദിലീപ്. ഇവിടെ 2 ഇരകളാണ്, ഒന്ന് ഈ അതിജീവിത, ഒന്ന് ദിലീപ്. ദിലീപിനെ മനഃപൂർവ്വം ഫ്രെയിം ചെയ്ത കേസാണിത്. ഇവിടെ പറഞ്ഞു അനീഷ് മേനോൻ, ഇവിടെ പറയാം, അനീഷ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത് കേട്ടു, സാക്ഷികൾ കൂറുമാറി. ഞാൻ സമ്മതിക്കാം, നിങ്ങൾ പറയുന്നതിന് ഞാൻ മുഖവിലേക്ക് എടുത്തുകൊണ്ട് ഒറ്റ ചോദ്യം ചിരിച്ചു ചോദിക്കുകയാണ്. എത്ര സാക്ഷി ഉണ്ടായിരുന്നു? 261 സാക്ഷി. കൂറുമാറിയെന്ന് നിങ്ങൾ പറയുന്ന ആരൊക്കെയാണ്? 27 പേര്. ബാക്കി എത്രയുണ്ട്? 261 - 27 എന്ന് പറയുന്നത് എത്രയാണ്? 233 ആണല്ലോ അഭിലാഷേ. ഈ 233-ൽ ഒരു സാക്ഷി മൊഴി റിലവൻ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ അർത്ഥം ഇത് കള്ളക്കേസാണെന്നാണ്. ഇനി അതവിടെ നിൽക്കട്ടെ, മനുഷ്യനിർമ്മിതമാണല്ലോ, അതൊക്കെ മനുഷ്യരല്ല. അതില്ല ഡിജിറ്റൽ തെളിവുകൾ 861. എൻ്റെ അമ്മു ജംബോ തെളിവാണ്. 861 തെളിവാണ്. അതിനാർക്കും കൈകടത്താൻ പറ്റില്ലല്ലോ, അതിലാർക്കും സംശയമില്ലല്ലോ. ഇവിടെ കേൾക്കുന്ന ആർക്കും ഒരു സംശയമില്ലല്ലോ. ഈ 861 തെളിവിൽ ഒരു ചെറിയ ഒരു ടൈനി എവിഡൻസ് ഉണ്ടായിരുന്നോ? അല്ല, നമ്മുടേത് ത്രിതല നിയമ സംവിധാനമാണ്. ട്രയൽ കോർട്ടിന് മുകളിൽ ഹൈക്കോടതിയും അതിനു മുകളിൽ സുപ്രീം കോടതിയും ഉണ്ട്. ഈ സംവിധാനം പൂർണ്ണമായും കടന്നിട്ട് പോരെ? 100% ആത്മവിശ്വാസം, ഒരു തെളിവിന്റെ കണിക പോലും ഇല്ല എന്ന് സുപ്രീം കോടതി കൂടി ഈ വിധി ശരിവെക്കുമ്പോ പറഞ്ഞാൽ പോരെ? വിധി പൂർണ്ണമാകത്തുള്ളൂ. എന്റെ അഭിലാഷ, ഇനിയൊരു നിർത്ത്. ഞാൻ ചോദിക്കുന്നത്, എന്റെ അഭിലാഷേ, നിങ്ങളുടെ കലിപ്പം കൊണ്ട് തീരുന്നില്ല. നിങ്ങൾക്ക് ദിലീപിനെ ശിക്ഷിച്ചാൽ മാത്രമേ, അല്ല, ദിലീപിനെ ശിക്ഷിക്കുക എന്നുള്ളതല്ല, 8.5 വർഷക്കാലം എന്ത് സംഭവം നടന്നാലും അതിൽ നീതി ഉറപ്പാക്കപ്പെടുക എന്നുള്ളതാണ്. അത് പൊതുസമൂഹത്തിന്റെ ആവശ്യമല്ലേ സാർ? അല്ലാതെ ഇപ്പോ ഞാൻ നേരിട്ട് ദിലീപിനെ ആകപ്പാടെ ഒരു തവണ കണ്ടിട്ട് പോലും ഉള്ളൂ, അതും ദൂരേന്നാണ്. എന്തിനാണ് ദിലീപിനോട് പ്രത്യേക ശത്രുത? ഒരു ശത്രുത ഇല്ല ദിലീപിനോട്. ഇവിടെ നീതി ഡെലിവർ ചെയ്യപ്പെടുക, ജസ്റ്റിസ് എന്നുള്ളതാണ് പ്രശ്നം. അതെ, മനസ്സിലായി. അപ്പൊ അഭിലാഷം, ഞാൻ തിരിച്ചു അഭിലാഷം ഇടപെടരുത്. നിങ്ങൾ മറ്റുള്ളവർ സംസാരിച്ചപ്പോ എന്തോ ഒരു മെഴുകു കൊടുക്കരുത്, എന്തൊരു മെയ്വഴക്കം. താങ്കൾ പറയുന്നതിലാണ് എനിക്ക് എതിർവാദങ്ങളുള്ളത്, അതുകൊണ്ടാണ്. മാന്യമായി സംസാരിക്കാം. നിങ്ങൾക്ക് എതിർവാദത്തിന്റെ പ്രശ്നം എന്താ? ദിലീപ് വെറുതെ വിട്ടു കോടതി വിട്ടപ്പോൾ ഇവര് ഇവിടെ പറഞ്ഞു വെക്കുന്നത് എന്താ? നിയമവിദഗ്ധനായ ഹരീഷ് ഉൾപ്പെടെ പറഞ്ഞു വെക്കുന്നതിന്റെ മലയാളം എന്താണെന്നോ വരികൾക്കിടയിൽ? അതായത് കോടതിയിൽ തെളിവൊന്നും ശേഖരിക്കപ്പെട്ട് കാണില്ലെന്നാണോ? എങ്കിലത് നിങ്ങൾ പോയി അന്വേഷണ ഉദ്യോഗസ്ഥരോട് ചോദിക്കണം. അന്വേഷണ ഉദ്യോഗസ്ഥരോട് പോയി ചോദിക്കണം. സാർ, അഭിലാഷെ ഞാൻ പുറകോട്ട് ക്ഷണിക്കുകയാണ്. അങ്കമാലി കോടതിയിൽ വെച്ച് ദിലീപിന്റെ ആദ്യ ജാമ്യം റദ്ദായപ്പോൾ കേരളത്തിലെ അതിപ്രഗത്ഭനായ വക്കീല ദിലീപിന് വേണ്ടി ഹാജരായ അദ്ദേഹത്തിന്റെ പേര് രാംകുമാർ എന്നാണ്. അദ്ദേഹം അന്ന് ദിലീപിന് ജാമ്യം നിഷേധിച്ചപ്പോൾ തിരിഞ്ഞു നിന്നൊരു വാചകം പറഞ്ഞു. അഭിലാഷ് മറന്നുപോയി കാണില്ലല്ലോ, അൽഷിമേഴ്സ് ഇല്ലല്ലോ. എന്താ വാചകം? ആ വാചകം ഇങ്ങനെയായിരുന്നു: അഭിലാഷെ, ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ കേസിൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ് ഒരു പ്രതിയെ പിടിച്ച് അകത്തിട്ടിട്ട് തെളിവ് സമ്പാദിക്കുന്നു. ഇന്ന് നമ്മുടെ രാമപിള്ള സാറിന്റെ ഇന്റർവ്യൂ കണ്ടല്ലോ. അദ്ദേഹം എന്താ പറഞ്ഞേ? 50 വർഷമായി ഞാൻ ക്രിമിനൽ വക്കീലായിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ് ഒരു തെളിവ് പോലും ഇല്ലാതെ ഒരു കേസ് കാണുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ഇത് ഫേബ്രിക്കേറ്റഡ് ആണ്. ഈ കേസ് അടിമുടി ഫേബ്രിക്കേറ്റഡ് ആണ്. ഞാൻ പറയുന്നു, ഇവർ ഹൈക്കോടതി പോണം. ഇല്ല, പറയട്ടെ, ഒറ്റ മിനിറ്റ് കൂടെ. ഹൈക്കോടതിയിൽ ഇവർ പോണം, സുപ്രീം കോടതി പോണം. അത് കഴിഞ്ഞ് കഴിയുമെങ്കിൽ രാജ്യത്തെ എങ്ങനെയാണ് സാധിച്ച് രാജ്യത്തിന്റെ കേസാക്കിയിട്ട് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലൂടെ പോവുകയാണെങ്കിൽ സമാധാനമാകും. ഇതിവിടെ നിങ്ങൾക്കിപ്പോൾ ഇതൊന്നും സമ്മതമല്ല. വിധി ദിലീപിനെ ശിക്ഷിച്ചാൽ വിധി അടിപൊളി.
ദിലീപിനെ എങ്ങനെ ശിക്ഷിക്കേണ്ടത്? തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അതോ നിങ്ങളുടെ മാധ്യമങ്ങളുടെ ഈ വിചാരണയിലാണോ ദിലീപിനെ ശിക്ഷിക്കേണ്ടത്? പറയൂ. ഇവിടെ എന്താ ഒരാൾ ഉയർന്നു പോടും? ഈ ദിലീപിനോടുള്ള ഗ്രഡ്ജാണ്. ഈ ഗ്രഡ്ജ് എങ്ങനെയാണ് തീർക്കണം? ദിലീപിന്റെ പടത്തിൽ അഭിനയിക്കാൻ സാധിക്കാത്തവർ, ദിലീപിന്റെ വളർച്ചയിൽ അസൂയ പൂണ്ടവർ, ഇതിനെല്ലാം അടിസ്ഥാന കാരണം എന്താ? കാവ്യ മാധവനെ ദിലീപ് വിവാഹം കഴിച്ചു. ഇതാണല്ലേ അടിസ്ഥാന കാരണം. ദിലീപിനെതിരെ കത്തെഴുതിയ LLB വിദ്യാർത്ഥി ആദ്യം പറഞ്ഞ മൊഴിയല്ലേ സത്യം? എന്താ LLB വിദ്യാർത്ഥി വിപിൻലാൽ പറഞ്ഞത്? നിങ്ങളുടെ ലൈബ്രറി കാണുമല്ലോ. എന്താ വെള്ളം അയച്ചു തരാം. എന്താ പറഞ്ഞേ? ദിലീപ് ഏട്ടനെ കൊടുക്കാൻ എന്നെ കൊണ്ട് എഴുതിച്ചതാണ്. അടുത്തത് മാർട്ടിൻ എന്താ പറഞ്ഞ? മാർട്ടിൻ കേൾക്കണോ? മാർട്ടിൻ പറഞ്ഞില്ലേ ഇതിലെ പ്രതി ഈ കേസ് ദിലീപ് ഏട്ടനെതിരെ ഗൂഢാലോചന നടത്തിയത് ആരാണ്? ശ്രീകുമാർ മേനോനും മഞ്ജു വാര്യരും മറ്റൊരു നടിയും കൂടിയാണ് എന്ന് പറഞ്ഞ ബൈറ്റ് വേണോ? അപ്പം അത് മാർട്ടിൻ പ്രതി പറഞ്ഞതാണ്. അപ്പം നിങ്ങളിതൊന്നും സമ്മതിച്ചാൽ തയ്യാറല്ല. കാരണം ഗൂഢാലോചന സിദ്ധാന്തമാണ് ദിലീപ് പറഞ്ഞ, ദിലീപിനെതിരെയുള്ള ഗൂഢാലോചന എന്ന കാര്യമാണ് സജി നന്ദിയാട്ട് പറയുന്നത്. ഇത് പലചരക്കട അല്ല സാർ കോടതി. ശരി, ഓക്കെ, അതാണല്ലോ സജി നന്ദിയാട്ടിന്റെ വാദം. പലചരക്കട അല്ല കോടതി കേട്ടോ. ശരി.